എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം സൂപ്പാണ്. ഇത് വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ അധികം ഉപയോഗിക്കുന്നത് കൂണ്. 150 ഗ്രാം കൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ കോൺഫ്ലവർ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 10 ചുള ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ചെറിയ അല്ലി. ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 3 or 4, വലിയ അല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണമാണ് എടുത്തത്. അത് ചെറുതായിട്ട് അരിയുക. എന്നിട്ടൊരു സൂപ്പ് പാൻ എടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, പിന്നെ ഉള്ളി, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കൂണിട്ട് ഇളക്കിയെടുക്കുക. ആ കൂണ് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. നെയ്യ് കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ, ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്, അതിടുക. ഈ കൂണ് വേവണ ടൈമിൽ തന്നെ ഉപ്പ് ചേർക്കുക. അപ്പോൾ അത് പെട്ടെന്ന് കൂണ് മൊരിഞ്ഞ് കിട്ടും. അങ്ങനെ കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് നന്നായിട്ട് കൂണ് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിക്കുക. അതും തിളച്ച് വരുമ്പോൾ അതിലേക്ക് പാലൊഴിക്കുക. പാലും തിളച്ച് വരുമ്പോൾ ചൂടോട് കൂടിയിട്ട് നമ്മളത് സെർവ് ചെയ്യുക. ഈ കൂണിൻ്റെ മഷ്റൂം സൂപ്പ് എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഈ നോമ്പ് കാലത്ത്, ഇപ്പോൾ നോമ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ നോമ്പ് കാലത്ത്, നോമ്പ് വീടുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പ് കൂടിയാണ് ഈ മഷ്റൂം സൂപ്പ്. ഷുഗറൊക്കെ ഉള്ളവർക്ക്, ഇപ്പോൾ മധുരമായിട്ടുള്ളതൊന്നും നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ മഷ്റൂം സൂപ്പ് വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. അങ്ങനെ കഴിക്കാവുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് വളരെ എല്ലാവർക്കും വളരെ ഉപകാരമായിരിക്കുന്ന ഒരു ചാനലായിരിക്കും ഇത്. പ്രത്യേകിച്ച് മഷ്റൂം സൂപ്പ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും, 2 ദിവസമെങ്കിലും ഒരു 50 ഗ്രാം കൂണെങ്കിലും ഒരാൾ കഴിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുവിധം സോൾവായി കിട്ടും. ശരിക്കും ഈ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞവർക്ക് ഈ മഷ്റൂം കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ കീമോതെറാപ്പി ചെയ്യുന്ന ഒരു ശരീരത്തിൽ നിന്ന് ഈ ക്യാൻസർ സെല്ലുകൾ നശിക്കുന്നതിനോടൊപ്പം നമ്മുടെ നല്ല സെല്ലുകളും കുറേ നശിച്ചു പോവും. അപ്പോൾ നമ്മുടെ ഈ കൂണ് കഴിക്കുന്നത് വഴി ഈ പുതിയ സെല്ലുകൾ ഉണ്ടായി വരും. അതുകൊണ്ട് തന്നെ ഈ കൂണ് കഴിക്കുന്നത് ഈ കീമോതെറാപ്പി ചെയ്യുന്നവരും ചെയ്തു കഴിഞ്ഞവരും എല്ലാം കൂണ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ പുതിയ കോശങ്ങൾ ശരീരത്തിലുണ്ടാവാൻ വളരെ നല്ലൊരു ഭക്ഷണമാണ് കൂണ്. ഷുഗറുകാർ കൂണ് കഴിക്കുന്നതും അത് നല്ലതാണ്. കാരണം സെയിം പ്രശ്നങ്ങൾ തന്നെയാണ് അവർക്കും ഉള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ എന്താ പറയുക, റെസിസ്റ്റൻസ് കുറഞ്ഞു വരും ഷുഗറുള്ളവർക്ക്. അപ്പോൾ അതും ഓവർകം ചെയ്യാനായിട്ട് ഈ കൂണ് നല്ലതാണ്. ഇപ്പോൾ വേറെ ഏത് ഡിഷിനേക്കാളും ഏറ്റവും ഹെൽത്തിയാണ് ഈ സൂപ്പ്. അപ്പോൾ അതുണ്ടാക്കി വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ നല്ലതാണ്.